കാസർഗോഡ് ചരിത്രത്തിലാദ്യമായി ഒരു സീറ്റ് പോലും നേടാനാവാതെ CPIM തകർന്നടിഞ്ഞത് ജില്ലയിലെ ടീം UDFിന്റെ കരുത്താണെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. ജില്ലയിൽ കോൺഗ്രസ് 87-ലെ സുവർണകാലത്തിലേക്ക് തിരിച്ചെത്തി. മഞ്ചേശ്വരത്ത് LDF UDF കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്ന പ്രചാരണവും ശരിയല്ല. PK ഫൈസൽ പ്രചാരണം തള്ളി. രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാസർഗോഡിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം കോൺഗ്രസ് വലിയ മേൽക്കൈ നേടിയ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. അത് ഇടത് കോട്ടകളിൽ വലിയ അട്ടിമറി ഉണ്ടാക്കിക്കൊണ്ടുള്ള വിജയമാണ് കോൺഗ്രസ് നേടിയത്. നമ്മോടൊപ്പം കോൺഗ്രസിൻ്റെ കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ PK ഫൈസൽ ചേരുന്നു. വലിയ അട്ടിമറി എന്താണ് കാസർഗോഡ് നടന്ന മാജിക്? കാസർഗോഡ് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തൃക്കരിപ്പൂരിലെ വിജയവും പുതുമയിലെ വിജയവും UDFിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ടീം UDFിൻ്റെ വിജയമായാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ രണ്ട് നിയോജകമണ്ഡലങ്ങളിലും UDFിൻ്റെ ബൂത്ത് തലം തൊട്ടുള്ള ജില്ലാതലം വരെയുള്ള നേതാക്കളും പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സുമായി എണ്ണയിട്ട യന്ത്രം പോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ അവിടെയുള്ള UDFിൻ്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി, തൃക്കരിപ്പൂർ സന്ദീപ് വാര്യരുടെ വിജയത്തിന് വേണ്ടി, പുതുമയിൽ ശ്രീ K നീലകണ്ഠൻ്റെ വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടുകൂടി ചിട്ടയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം നടത്തി. അതിൻ്റെ വിജയമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. BJP പല അക്ഷയങ്ങളും പറയുന്നുണ്ട്. മഞ്ചേശ്വരത്ത് CPMന്റെ വോട്ട് നിർലജ്ജം വാങ്ങി കോൺഗ്രസ്, അങ്ങനെയാണ് വിജയം ഉണ്ടാക്കിയതെന്നാണ് സുരേന്ദ്രനും ജില്ലാധ്യക്ഷൻ ഉൾപ്പെടെ പറയുന്നത്. CPM എല്ലാ കാലഘട്ടത്തിലും പരാജയപ്പെട്ടാൽ പല മുടന്തൻ ന്യായങ്ങളും പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന പാർട്ടിയാണ്. ഇപ്പോൾ കേരളത്തിനകത്ത് 102 സീറ്റുകളോടുകൂടി UDF ചരിത്ര വിജയം നേടി. CPMന്റെ കോട്ട എന്നറിയപ്പെടുന്ന തൃക്കരിപ്പൂർ ജയിച്ചു, പയ്യന്നൂർ ജയിച്ചു, തളിപ്പറമ്പ് ജയിച്ചു. ഇവിടെ എന്താ പറയുക, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലൊട്ടാകെ, കേരളം കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങൾക്ക് ദുരിതം മാത്രം പേറിയ, ജനദ്രോഹ ഭരണം മാത്രം സമ്മാനിച്ച പിണറായി സർക്കാരിനെതിരെ ജനങ്ങൾ വിധിയെഴുതിയൊരു തെരഞ്ഞെടുപ്പായത്. BJPയുടെ ഡീൽ ആരോപണം മഞ്ചേശ്വരത്ത് വിജയിച്ചു എന്നാണ് BJPയുടെ ആക്ഷേപം. ഒരു ഡീലും ഇല്ല. BJP അങ്ങനത്തെ ഒരു ഡീല് ഈ തെരഞ്ഞെടുപ്പിൽ ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ 8 പഞ്ചായത്ത് UDFിന്, ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം UDFിന്, 4 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ UDFിന്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ UDFിന് ഏകപക്ഷീയമായ വിജയം ജനങ്ങൾ സമ്മാനിച്ചതാണ്. തീർച്ചയായും കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ PK ഫൈസൽ വലിയ ആഹ്ലാദവാനും വലിയ സന്തോഷത്തിലുമാണ്. കാരണം വലിയ തരത്തിലുള്ള ആക്ഷേപത്തിൽ, ആശങ്കയിലും ഒക്കെ നിന്ന ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷമായിരുന്നു കാസർഗോഡ് ഇതിനു മുമ്പ്. അതിനുശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ കാര്യക്ഷമതയോടെ കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് PK ഫൈസൽ. കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.